മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ബാലഗോകുലത്തിൻ്റെ ജന്മാഷ്ടമി ആഘോഷത്തോടനുബന്ധിച്ച് കേരളമെമ്പാടും കേരളത്തിൻ്റെ പുറത്ത് ചില സ്ഥലങ്ങളിലും ബാലഗോകുലത്തിൻ്റെ കുറേയധികം ശോഭയാത്രകൾ നടന്നിരുന്നു. കഴിഞ്ഞ 10-39 വർഷങ്ങളായിട്ട് ഇത് നിരന്തരം തുടരുകയും കേരളത്തിലെ ഹൈന്ദവ സമൂഹങ്ങളിലും അതുപോലെ അല്പമെങ്കിലും മറ്റു മതങ്ങളിലും തൻ്റെ മക്കളെ ശ്രീകൃഷ്ണനായിട്ടും ഗോപികയായിട്ടുമെല്ലാം വേഷം കെട്ടി ശോഭയാത്ര നടക്കുന്ന ആ ചിത്രങ്ങളും വീഡിയോകളും ടിവിയിലും പത്രമാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വളരെ സാധാരണയായിട്ട് കാണാറുള്ളതാണ്. ഈ വർഷം വളരെ അത്ഭുതകരമായൊരു മാറ്റം ഉണ്ടായി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഭാരതീയ ആത്മീയ പൈതൃകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിരാകരിക്കാനും ക്ഷേത്ര ഭാരവാഹികളാകരുത് എന്ന് നിർദ്ദേശിക്കാനും ആത്മീയ കാര്യങ്ങളും ഗണപതി ഹോമവും ഒന്നും ചെയ്യരുത് എന്ന് നിർദ്ദേശിക്കാനും വിവാഹ ചടങ്ങുകൾ പോലും പെൺകുട്ടി ഇരിക്കരുത്, നിന്നുകൊണ്ട് വേണം ചെയ്യാനെന്ന് പറയാനും ഒരു തരത്തില് ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെ പൂർണ്ണമായിട്ടും തിരസ്കരിക്കാനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കള് ഏതാണ്ട് ശക്തമായ ഭാഷയിൽ തന്നെ നിർദ്ദേശിക്കുകയുണ്ടായി. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അവരുടെ മതവും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും എത്ര ശക്തമായിട്ട് വേണമെങ്കിലും അനുശാസിക്കാനും വളരെ യുക്തിയും ബുദ്ധിയും ശാസ്ത്രവുമുള്ള ഹിന്ദു ധർമ്മങ്ങള്, ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള് ഒരു കാരണവശാലും അനുഷ്ഠിക്കരുതെന്ന് പറയാൻ പാകത്തിന് നിലവാരം താഴ്ന്ന അനവധി പ്രഖ്യാപനങ്ങള് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകര് ഉത്തരവാദിത്വപ്പെട്ടവർ ചെയ്യുകയുണ്ടായി. ഈ ശോഭയാത്രയോടനുബന്ധിച്ച് നടന്ന ചില കാര്യങ്ങളും അതിനു മുമ്പ് നടന്ന കാര്യങ്ങളും അതിന് പിന്നീട് നടന്ന കാര്യങ്ങളും വളരെ അത്ഭുതകരമായിട്ട് തോന്നി. അതിലെ ഒന്നാണ് പാർട്ടി നേരിട്ട് പാർട്ടി പ്രവർത്തകരോട് ശ്രീകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കാനായിട്ട് നിർദ്ദേശിച്ചത്. അത് ബാലഗോകുലമോ RSSO ആയിട്ട് സഹകരിക്കാതെ നേരിട്ട് ക്ഷേത്രങ്ങളില് ശോഭയാത്രയും കൃഷ്ണാഷ്ടമിയും നടത്താനായിട്ട് നിർദ്ദേശിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവസാനത്തെ രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ അവസാനത്തെ ഡെമോൺസ്ട്രേഷനായിട്ട് തോന്നി. അത് മാത്രമല്ല, ശ്രീ ജയരാജൻ വളരെ ഭംഗിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു, ശ്രീകൃഷ്ണനെ ശ്രീകോവിലിനകത്തു നിന്ന് ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്നത് സഖാവ് കൃഷ്ണപിള്ളയും സഖാവ് AK ഗോപാലനുമാണെന്ന്. ഏതായാലും ശ്രീകൃഷ്ണന് തോന്നണില്ല ശ്രീകൃഷ്ണൻ ഒരു ക്രിസ്ത്യൻ വിശുദ്ധനാണെന്നും തോന്നണില്ല. അറിഞ്ഞിടത്തോളം ലോകത്തിലെ ഹിന്ദുക്കൾ മാത്രമേ ശ്രീകൃഷ്ണനെ ആരാധിക്കാറുള്ളൂ. എക്സെപ്ഷണലി യൂസഫ് അലി കേച്ചേരിയെ പോലെയും കരീം സാറിനെ പോലെയുള്ളവരും ആരാധിക്കാറുണ്ടാവും. അല്ലെങ്കിൽ ജോസഫ് പുലിക്കുന്നേലോ ഡോക്ടർ CI ഐസക്കോ ടോണി മാത്യുവോ അങ്ങനെയുള്ള കുറച്ചു പേര് ആരാധിക്കുന്നുണ്ടാവും. എന്നല്ലാതെ മറ്റ് മതാനുയായികള്
ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് താമരശ്ശേരി ബിഷപ്പിന്റെയോ കർദിനാളിന്റെയോ മൗലവിയുടെയോ വോട്ട് കിട്ടാൻ വേണ്ടി AKGയും സഖാവ് കൃഷ്ണപിള്ളയും ശ്രീകൃഷ്ണനെ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധ്യതയില്ല. ഓർമ്മിക്കുക, കാലചക്രം തിരിയുമ്പോൾ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദമായി മാറുന്നു, അല്ലെങ്കിൽ വൈരുദ്ധ്യാധിഷ്ഠിത അടവ് നയമായി മാറുന്നു. അടവ് നയം എന്ന് പറയുകയായിരിക്കും ഏറ്റവും കറക്റ്റ്. ഒരു നികൃഷ്ടമായ വാക്ക് കുലീനമായിട്ടുള്ള വാക്കായിട്ട് ഉപയോഗിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അടവ് നയം. അടവ് നയം എന്നുള്ളത് ആരുപയോഗിച്ചാലും അത് നെഗറ്റീവാണ്, അത് അയാളുടെ അടവാണെന്നാണ് നമ്മൾ പറയുക. അപ്പൊ ഒരു പക്ഷെ ഒടുക്കത്തെ അവസാനത്തെ എന്ന് പറയുന്നത് കുറെ കൂടി കുലീനമായ വാക്കാണ്. ഒടുക്കത്തെ അടവ് നയമായിരിക്കും എന്നേ കാലം ചെയ്ത സഖാവ് AKGയും സഖാവ് കൃഷ്ണപിള്ളയുമാണ് ശ്രീകൃഷ്ണനെ 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്ത ശ്രീകൃഷ്ണനെ ശ്രീകോവിലിൽ നിന്ന് ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ടില്ല. പാർട്ടി പ്രവർത്തനത്തിനാണോ എന്ന് അറിഞ്ഞൂടാ. ഏതായാലും ശ്രീകൃഷ്ണനെ അവരും കൊണ്ടുവന്നു. ജന്മാഷ്ടമി ശോഭയാത്ര നടത്തണമെന്ന് പറഞ്ഞു. ഇതെല്ലാം പറയാൻ ഒരു കാരണമേ ഉള്ളൂ, ഇനി കേരളത്തിൽ നിന്ന് പിഴയ്ക്കാൻ ഇതെല്ലാം ഇല്ലാതെ സാധ്യമല്ല എന്നുള്ള അവസ്ഥ. ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ മാതൃഭൂമിയിലും മനോരമയിലും എല്ലാം ഉണ്ടായിരുന്നു. സഖാവ് EK നായനാരുടെ ധർമ്മപത്നിയും മകനും ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതപ്പോ അവർക്ക് വേണ്ടതായിട്ടുള്ള പ്രോട്ടോക്കോളോ സൗകര്യങ്ങളോ ചെയ്തു കൊടുത്തില്ല. എന്നാലും അവർ ശാന്തമായിട്ട് ഒരു കംപ്ലൈന്റും ഇല്ലാതെ തൊഴുത് വന്നു എന്ന്. ഇത്രയും കാലം നിരീശ്വരവാദിയും യുക്തിവാദിയും പുരോഗമനവാദിയും വർഗീയ ഫാസിസ്റ്റ് പിന്തിരിപ്പൻ ആയിട്ടുള്ള ഹൈന്ദവ ചിന്താധാരകളെ നിരാകരിച്ച് ജീവിച്ചവനുമായ ശ്രീ EK നായനാർക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകനെയും പോലും മാറ്റാൻ സാധിച്ചില്ലേ? ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പോകുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ചില്ലേ? അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നില്ലേ? അദ്ദേഹവും ഇപ്പൊ പ്രവർത്തിക്കുന്നവരുമൊക്കെ ഹൈന്ദവ ജനതയുടെ ചിന്താധാരകളെ മാറ്റി നിർത്തി അത് തിരസ്കരിക്കാൻ ആഹ്വാനം ചെയ്തവര് സ്വന്തം ഭാര്യയെ പോലും മാറ്റിയില്ലേ? സ്വന്തം മകനെ പോലും മാറ്റാൻ സാധിച്ചില്ലേ? ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി എന്ന് മാത്രമല്ല, അത് പത്രവാർത്തയായി എന്ന് മാത്രമല്ല, അതുപോലെ തന്നെയല്ലേ പ്രതിപക്ഷ നേതാവിന്റെ മകൻ അച്ഛന്റെ ആരോഗ്യത്തിനും അച്ഛന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും വേണ്ടി ഗുരുവായൂർ അമ്പലത്തിലെ എല്ലാ ആഴ്ചയും പോകുന്നുണ്ടെന്നാ കേട്ടത്. എന്നിട്ട് ഒരു പ്രാവശ്യം നാളികേരം ഉരുട്ടി മുട്ടിറക്കുകയും കൂടി ചെയ്തു, അത്രേ. അപ്പൊ ഈ അച്ഛൻ നിരീശ്വരവാദിയും യുക്തിവാദിയും പുരോഗമനവാദിയുമായിട്ട് ജീവിക്കുമ്പോ സ്വന്തം മകനോട് പറഞ്ഞുകൂടായിരുന്നോ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകരുത്, അത് എന്റെ സിദ്ധാന്തത്തിന് എതിരാണ്, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാകുമെന്നാണ് ഞാൻ പഠിച്ചതും പഠിപ്പിക്കുന്നതും. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞവര് മറ്റു മതങ്ങളുടെ പുറകെ പോകുന്നത് മനസ്സിലാക്കാം. അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് ജയിക്കാനാണ്. എന്തിന് ഹിന്ദു ധർമ്മത്തെ നിരന്തരം അവഹേളിക്കുകയും അതിന്റെ പുറകെ പോവുകയും ചെയ്യുന്നു എന്നുള്ളത് കുട്ടി സഖാക്കൾക്കൊന്ന് ചിന്തിച്ചൂടെ? അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയുടെ 2 മക്കളും ആൾ ദൈവം എന്ന് പറയുന്ന അമൃതാനന്ദമയിയുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ കാരണം എന്താ? അതൊന്ന് ചിന്തിച്ചൂടെ? അവർക്ക് ദേവി മഹാത്മ്യവും ലളിതാ സഹസ്രനാമവും മനപ്പാടമല്ലേ അവര്? അപ്പോ പാർട്ടി സെക്രട്ടറിയും പ്രസിഡന്റും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമെല്ലാം അവര് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു രീതിയിൽ ജീവിക്കുകയും അവനവന്റെ ഭാര്യയെയും മകനെയും പോലും മാറ്റാൻ സാധിക്കാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ നേതാക്കള് ആരാന്റെയും മക്കളെയെല്ലാം നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാം ആക്കുമ്പോ
ഇവിടെയുള്ള യുവാക്കളെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ? തീപ്പൊരി പ്രാസംഗികനാണ് കോടിയേരി ബാലകൃഷ്ണൻ സാറ്. എന്താ കത്തുന്നത്? എല്ലാത്തിനോടും അദ്ദേഹത്തിന് പുച്ഛവും അവഹേളനവുമാണ്. ഹൈന്ദവമായ ഏതിനെയും നിരാകരിക്കാൻ ആദ്യം മുമ്പോട്ട് വരുന്നത് അദ്ദേഹമാണെന്നാണ് തോന്നുന്നത്. എനിക്ക് മുഴുവനൊന്നും അറിഞ്ഞൂടാ. അദ്ദേഹത്തിന്റെ മകൻ 25,000 രൂപ ചോറ്റാനിക്കരയിൽ അന്നദാനത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഫണ്ടാവാൻ സാധ്യതയില്ല, മറ്റൊരുവൻ വേർത്തുണ്ടാക്കിയ പൈസയാവാൻ സാധ്യതയില്ല. അതിന് പാർട്ടി നിന്നു കൊടുക്കാറില്ലാത്തത് കൊണ്ട്. അപ്പൊ അവനവൻ വേർത്തുണ്ടാക്കിയ പൈസയാണ് ചോറ്റാനിക്കരയിൽ തൊഴാൻ വരുന്ന തനി പിന്തിരിപ്പൻ വർഗീയവാദികളായ ചോറ്റാനിക്കര ഭക്തന്മാർക്ക് അന്നദാനത്തിന് വേണ്ടി കൊടുത്തത് 25,000 രൂപയാണെന്ന് പത്രവാർത്ത വന്നപ്പോ ഒരു പാർട്ടിയില് ഇപ്പൊ നടക്കുന്നത് എന്താണ് എന്നൊന്ന് ചിന്തിക്കാൻ ഈ ഡിവൈഎഫ്ഐക്കാരും SFIക്കാർക്കും ഒന്ന് ശ്രമിച്ചൂടെ? നിങ്ങളെയെല്ലാം ഹിന്ദു ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കാനും ചന്ദനം തൊട്ടവരുടെ നെറ്റിയിൽ നിന്ന് ചന്ദനം മാച്ചു കളയാൻ വേണ്ടി കയ്യൂക്കും മസിൽ പവറോടുകൂടി മുമ്പോട്ട് വരാനും ഈ ഭാരതത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകമായിട്ട് ത്രേതായുഗം മുതൽക്ക് ആചരിച്ചു വരുന്ന രക്ഷാബന്ധനം, ത്രേതായുഗം മുതൽക്ക്, ഇപ്പോഴല്ല, രാമായണത്തിലുണ്ടത്, ത്രേതായുഗം മുതൽക്ക് ആചരിച്ചു വരുന്ന രക്ഷാബന്ധനം അത് പൊട്ടിച്ചു കളയാൻ ചങ്കൂറ്റത്തോടുകൂടി മുമ്പിലേക്ക് വരാനും അതേ സമയത്ത് മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും 17 കോടി ആടുകളെ കൊന്നുള്ള ബക്രീദിന് ഒരു വാക്കുപോലും പറയാതിരിക്കാം. ഞാൻ ഇന്നലെ കോഴിക്കോട് പോയപ്പോ കുന്നമംഗലം എന്ന സ്ഥലത്ത് പ്രവാചകന്റെ തലമുടി മുക്കിയ വെള്ളം ഒരു ബോട്ടിലിന് 50 രൂപ വെച്ച് വിൽക്കുന്നുണ്ടെന്ന് കേട്ടു. കോടിക്കണക്കിന് രൂപയാണ് അത്രേ വരുന്നത്. ഒരു മനുഷ്യന്റെ തലമുടി മുക്കിയ വെള്ളം വിറ്റ് അത് കുടിക്കാനാണോ തളിക്കാനാണോ എനിക്ക് അറിഞ്ഞൂടാ. അതിനെതിരെ യാതൊന്നും പറയാത്തവര്, യേശുക്രിസ്തുവിനെ ആണിയടിച്ചു കൊന്ന കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നതിനെതിരെ ഒന്നും പറയാത്തവര്, താൻ ആരാധിക്കുന്ന ദൈവപുത്രന്റെ ശരീരം അപ്പമായിട്ട് തിന്നുന്നതിനെതിരെ ഒന്നും പറയാത്തവര്, താൻ പൂജിക്കുന്ന ദൈവപുത്രന്റെ ശരീരത്തിലെ രക്തം വീഞ്ഞായിട്ട് കുടിക്കുന്നതിനെ എതിരെ ഒന്നും പറയാത്തവര്, ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും പകൽ വെളിച്ചത്തിൽ മതം മാറ്റുന്നതിനെതിരെ ഒന്നും പറയാത്തവര്, ഈ ഹിന്ദു ധർമ്മത്തെ മുഴുവനും അവഹേളിച്ച് നിഷേധിച്ച് പുച്ഛിച്ച് ധാർഷ്ട്യത്തോടുകൂടി അതിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്തവരുടെ അവസാനത്തെ അടവ് നയമാണോ അമ്പലങ്ങളിലുള്ള നടക്കുന്ന ശോഭയാത്രയില് RSSകാരുമായി സഹകരിക്കാതെ പങ്കെടുക്കണമെന്ന് നിർദ്ദേശിച്ചതും ശ്രീകൃഷ്ണനെ ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നത്? മനസ്സിലാക്കാം, കാറൽ മാർക്സിനെയും സ്റ്റാലിനെയും ലെനിനെയുമെല്ലാം 1.72 കോടി ജനങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊന്ന സ്റ്റാലിനെയൊക്കെ കേരളത്തിന്റെ ജനമധ്യത്തിൽ കൊണ്ടുവന്നത് സഖാവ് കൃഷ്ണപിള്ളയും സഖാവ് LKGയും പിന്നെ ഉള്ള സഖാക്കരുമാണെന്ന് പറഞ്ഞത് മനസ്സിലാക്കാം. പക്ഷേ പിന്തിരിപ്പനായിട്ടുള്ള ശ്രീകൃഷ്ണനെ ജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവന്നത് ഈ സഖാക്കളാണെന്ന് പറയുമ്പോൾ അതിന്റെ പുറകിലുള്ള ആത്മാർത്ഥത ഇന്ന് വരെ പറയാത്തവര് ഇപ്പൊ പറയാനുള്ള ആത്മാർത്ഥതയ്ക്കിന്റെ പുറകിൽ എന്താ ഉദ്ദേശം? ഏതായാലും ചരിത്ര സ്മാരകമോ ചരിത്ര സ്മരണകളോ കഷ്ടിച്ച് 1 നൂറ്റാണ്ട് പോലും നിൽക്കുന്നില്ല. കാറൽ മാർക്സിന്റെ ആയാലും സ്റ്റാലിന്റെ ആയാലും ലെനിന്റെ ആയാലും സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ആണെങ്കിലും സഖാവ് SA ഡാങ്കയുടെ ആണെങ്കിലും സഖാവ് ജ്യോതി ബസുവിന്റെ ആണെങ്കിലും ഒരു ശതാബ്ദി പോലും തികയ്ക്കാൻ മനുഷ്യ മനസ്സിലേക്ക് എത്തുന്നില്ല. പക്ഷെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജനിച്ച ശ്രീകൃഷ്ണനെ
ഈ 2014 AD ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് സഖാക്കൾ തന്നെയാണെന്ന് പറയുകയും അത് നിരന്തരം ആഘോഷിക്കുകയും പുതിയ കണ്ടുപിടുത്തം ചെയ്യുകയും അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണോ, വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദമാണോ, അല്ല വൈരുദ്ധ്യാധിഷ്ഠിത അടവ് നയമാണോ എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനതയ്ക്ക് സാധിക്കുന്ന മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ വർഗീയവാദിയായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ മുദ്രകുത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇടതും വലതും ചിരകാല സുഹൃത്തുക്കളെ പോലെ ഇരുന്ന ചൈനീസ് പ്രസിഡന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, ഇവിടെ വന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും കാണാൻ ആഗ്രഹിച്ചില്ലെന്ന് മാത്രമല്ല, ഇടിച്ചു കയറി സഖാവ് യെച്ചൂരി കണ്ടതല്ലാതെ അദ്ദേഹം നമ്മുടെ മന്ദബുദ്ധിയായ പ്രധാനമന്ത്രി കാൻഡിഡേറ്റിനെ കണ്ടു എന്ന് തോന്നുന്നു, അവരുടെ അമ്മയെ കണ്ടു എന്ന് തോന്നുന്നു, പലരെയും കണ്ടു. ഡോക്ടർ മൻമോഹൻ സിംഗിനെ കണ്ടു, ലാലു പ്രസാദ് യാദവിനെ കണ്ടു എന്ന് അറിഞ്ഞൂടാ. ബാക്കി പലരെയും കണ്ടപ്പോ, ഡൽഹിയിൽ 2-2.5 ദിവസം ഉണ്ടായിരുന്നപ്പോ നമ്മളുടെ ചെറിയ ചെറിയ വലിയ നേതാക്കന്മാരെ, സഖാക്കളെ ഒന്ന് കണ്ടിട്ട് പോണമെന്ന് പോലും തോന്നാതിരിക്കാൻ കാരണം എന്താ? അദ്ദേഹവും ഒരുപക്ഷെ മാറിക്കാണും. കമ്മ്യൂണിസം എന്ന് പറയുന്നത് പള്ളിയിലച്ചന്മാരിടുന്ന ലോഹമാതിരിയും ബാക്കി ഉള്ളിലുള്ളതൊന്നും പുറത്ത് കാണാതിരിക്കാനുള്ള ഒരു ഉപകരണം, ആവരണമായിട്ടും ഇന്ന് കമ്മ്യൂണിസം നിലനിൽക്കുന്നു. കമ്പ്യൂട്ടറിനെതിരെ, കരിങ്കല്ല് പൊടിക്കുന്ന മെഷീനെതിരെ, പുറത്തുനിന്ന് വന്ന തൊഴിലാളികൾക്കെതിരെ, ഓരോന്നിനുമെതിരെ നിരന്തരം സമരം ചെയ്ത് ബൂർഷ്വാ പിന്തിരിപ്പൻ മുതലാളിത്ത വർഗത്തെ വെട്ടി നുറുക്കി വാഴയും തെങ്ങും വരെ വെട്ടിയ നേതാക്കന്മാര് അന്ത്യത്തിൽ ശ്രീകൃഷ്ണനില് ശരണം പ്രാപിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ തന്നെ അർജുനനോട് പറഞ്ഞൊരു വരി അറിയാതെയെങ്കിലും ഓർമ്മിക്കട്ടെ: മാമേ വൈശ്യതി സത്യന്തേ പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയപ്പെട്ട അർജുന എന്നല്ല, പ്രിയപ്പെട്ട സഖാക്കളെ, എന്നെ തന്നെ ശരണം പ്രാപിക്കുക. മാമേ വൈശ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ. നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണെന്ന് വളരെ വ്യക്തമായിട്ടറിഞ്ഞുകൊണ്ട്, അല്ലയോ സഖാക്കളെ, ഞാൻ സത്യം ചെയ്യുന്നു, സർവധർമാൻ പരിത്യജ്യ, മറ്റെല്ലാവിധത്തിലുള്ള വരട്ടുവാദങ്ങളെയും തിരസ്കരിച്ച് എന്നെ ശരണം പ്രാപിക്കുക. അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഈ കഴിഞ്ഞ 100 കൊല്ലം നിങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും, എല്ലാ അവസരവാദ പ്രഖ്യാപനങ്ങളിൽ നിന്നും, എല്ലാ ചങ്ങലകളും വളയങ്ങളിൽ നിന്നും, മനുഷ്യരെ പറ്റിച്ച് പുന്നപ്രയിലും വയലാറിലും തോക്കിന്റെ മുമ്പില് വാരിക്കുന്തം പിടിച്ച ജനങ്ങളെ പിടിച്ച് നിർത്തിയും ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാത്തവനെ എന്താ പറയാ, വളരെ ഉജ്ജ്വല നേതാവായും വാണരുളിയ പ്രഖ്യാപനങ്ങൾ നടത്തിയും നിഷ്കളങ്കരും പാവപ്പെട്ടവരെയും രക്തസാക്ഷികളാക്കിയും വളർന്ന അധികാരം തോക്കിൻകുഴലിലൂടെ എന്ന് പറഞ്ഞ സർവലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, നഷ്ടപ്പെടുവാൻ മണ്ണാങ്കട്ടയും കിട്ടാനുള്ളത് പുതിയൊരു ലോകവും എന്ന് പറഞ്ഞ് മനുഷ്യരെ പറ്റിച്ച് 2014 എത്തിയപ്പോൾ അന്ത്യത്തിൽ ശ്രീകൃഷ്ണനെ തന്നെ ശരണം പ്രാപിക്കേണ്ടി വന്ന പ്രിയപ്പെട്ട DYFI സഖാക്കളെ, SFI സഖാക്കളെ, തൊഴുകയ്യോടെ പറയട്ടെ: നിലനിൽക്കേണ്ടതിനെ പ്രകൃതി നിലനിർത്തും, നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനെ പ്രകൃതി
തൂത്തെറിയുമെന്നുള്ള സത്യം ഇന്നെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക. എല്ലാ നേതാക്കന്മാരുടെയും ഭാര്യമാരും മക്കളുമെല്ലാം അമ്പലത്തിൽ പോകുന്നു, അവർ പൂജിക്കുന്നു, അവർ മുട്ടിറക്കാനായിട്ട് ശരീരപ്രദക്ഷിണം ചെയ്യുന്നു, അന്നദാനത്തിനും വെടിവഴിപാടിനും അവർ പങ്കെടുക്കുന്നു, കൊടുക്കുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലൊക്കെ അമ്പലത്തിൽ പോകുന്നു എന്നുള്ളത് കണ്ണു തുറന്ന് കാണാനുള്ള യോഗ്യത, ഭാഗ്യം, ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾ ആരുടെ കൂട്ടത്തിൽ അബദ്ധത്തിൽ ചെന്ന് പെട്ടത് എന്ന് തിരിച്ചറിയാൻ ഈശ്വരനും ശ്രീകൃഷ്ണൻ എന്ന അവതാരവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.